നമസ്കാരം. വിശാലമായ ഒരു കേരള സങ്കല്പം ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ നടന്നിരുന്ന, ഇപ്പോഴത്തെ മലപ്പുറത്ത് തിരുനാവായയിൽ നടന്നിരുന്ന ഒരു വലിയ സാംസ്കാരിക ഉത്സവമായിരുന്നു. വിദ്യുത്സദസ്സുകളും ശാസ്ത്ര സംവാദങ്ങളും കേരളത്തിലെ എല്ലാ രാജാക്കന്മാരുടെ ഒത്തുകൂടലും സാംസ്കാരിക ഉത്സവവും ഒപ്പം വിപണനവും എല്ലാം നടന്നിരുന്ന ഒരു മകം എന്ന് പറയുന്ന ഒരു ഉത്സവം. അത് പിന്നീട് പല്ലവക്കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര വടംവലിയിൽ പിന്നീട് അത് മാമാങ്കം എന്ന് പറയുന്നൊരു യുദ്ധമായി മാറി. അതിനുശേഷം പിന്നെ അത് നിന്നും പോയി. കുറച്ച് സുഹൃത്തുക്കളുടെ ശ്രമഫലമായിട്ട് ഏതാനും വർഷങ്ങൾ മുമ്പ് ചെറിയ രീതിയിൽ അതൊന്ന് ആരംഭിക്കാനുള്ള ശ്രമം നടത്തി. ഒരു വിത്ത് വീണത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ ഇതിങ്ങനെ പോരാ എന്നും ആ പഴയ തനിമയോടുകൂടി തന്നെ സാംസ്കാരികോത്സവം നമ്മൾ തിരിച്ച് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളൊരു തോന്നലിനെ തുടർന്ന് മഹാമണ്ഡലേശ്വരൻ്റെ നേതൃത്വത്തിൽ ഈ തവണ വളരെ വിശേഷമായിട്ട് തന്നെ അതൊരു ഉത്സവമാക്കി മാറ്റുകയാണ്. നാടിൻ്റെ, കേരളത്തിൻ്റെ മൊത്തം ഉത്സവമാക്കി മാറ്റുകയാണ്. അപ്പം അതിൻ്റെ ക്രിയാപദ്ധതിയിൽ ഒരു ദേവതാ തലത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുൻപ് ഒരു ദേശത്തിൻ്റെതായ കുറേ കാര്യങ്ങളും ചില വിഷയങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്രിയാപദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് ചർച്ച നടന്നപ്പോൾ തന്നെ ആദ്യം വന്ന പേര് അത് സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവൻ തന്നെയാണ്. ഞങ്ങൾ കൃഷ്ണമാദിയെന്നും കൃഷ്ണേട്ടൻ എന്നൊക്കെ പലരും വിളിക്കുന്ന സ്വാമിയാണ് അതിൻ്റെ ക്രിയാപദ്ധതികളുടെ ഒരു ചിത്രം രൂപപ്പെടുത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ. ഒന്നും കൂടി ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് അത് എടുക്കാൻ ശ്രമിക്കുകയാണ്. അത് ജഗദീശ്വരനെ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് ക്രിയാപദ്ധതികൾ എന്നുള്ളത് എനിക്ക് മനസ്സിലാവാനും അതുവഴി എല്ലാവർക്കും കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നമസ്കാരം. അപ്പോൾ എന്താണ് തിരുനാവായയിലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പോലെ തന്നെ ആദ്യം മുതൽ കേൾക്കുന്ന പേര് അത് കൃഷ്ണമാർഗി മതി ആണ്. അപ്പോൾ അതെ, ക്രിയാപദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ അത് കൃഷ്ണമാർഗി എടുത്ത് പറഞ്ഞാൽ അദ്ദേഹം ചിട്ടപ്പെടുത്തി തരുന്നത്. അങ്ങനെ പിന്നീട് 1-2 തവണ ഇതിനെക്കുറിച്ച് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് ചെറിയൊരു രൂപ കിട്ടിയിട്ട് എനിക്ക് അറിയില്ല. ഒന്നാമത് പൂജയെക്കുറിച്ച് അറിയില്ല. വീട്ടിൽ എന്താ പറയുക, പാല് കാച്ചുമ്പോൾ ഗണപതി ഹോമം ഭഗവത്സവ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ പുഷ്പാഞ്ജലി, അതിനപ്പുറത്തേക്ക് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ തന്നെയാണ് ഈ കാണുന്ന എല്ലാവരും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ മണ്ടത്തരങ്ങളടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. എനിക്ക് പറയാനറിയുന്നതിൽ ഞാൻ പറയാം, അത്രയും പറഞ്ഞു പറയാൻ. എന്താണ്, നമ്മളൊരു വലിയൊരു ചെറിയ വിഷയമല്ല. അതായത് തിരുനാവായയിൽ മുടങ്ങിക്കിടന്നിരുന്ന വലിയൊരു സാംസ്കാരിക ഉത്സവവും അത് കടന്നുപോയ വഴികൾ, ചോര വീണ വഴികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ചരിത്രവും കഥകളും ഐതിഹ്യങ്ങളും എല്ലാം മാറ്റി മറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ തുടങ്ങുന്നത്? എന്താണ് അതിൻ്റെ പദ്ധതി? എന്നെ സംബന്ധിച്ചുള്ളൊരു തന്ത്രം വിശേഷമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്രിയകളാണ്. അപ്പോൾ വ്യക്തിഗതമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ തിരുനാവായി പോയി താമസിക്കുകയും ചെയ്തിരുന്നു. 5-6 ദിവസം ഞാൻ അവിടെ നടക്കുകയും ചെയ്തു. ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിയ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു സാധനമാണ്, ഞാൻ ആദ്യം നോക്കട്ടെ ദേശത്തിൻ്റെ. നമുക്ക് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ, കന്യാകുമാരി മുതൽ കാസർഗോഡുള്ള സ്ഥലങ്ങളുണ്ടാവാം. ഓരോ ദേശത്തിനും ഓരോ ദേവതകളും അവരുടെ സങ്കല്പങ്ങളും അവരവരുടെ വ്യത്യസ്ത ഭാവങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജനറലായിട്ടുള്ളൊരു പൂജയില്ല. ആവശ്യമനുസരിച്ചിട്ടാണ് വ്യത്യസ്തമായ സ്ഥലങ്ങൾ, ദേശകാലം അനുസരിച്ച് വ്യത്യസ്തമായ പദ്ധതികൾ പ്രയോഗപ്പെടുത്തി ആ കാലത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതായത് ഒരുപക്ഷെ തിരുനാവായയിലല്ല ഇത് നടക്കുന്ന കോട്ടയത്താണെങ്കിൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ദേശത്തിന്റെ ദേവത എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ആവശ്യകത, ഇപ്പൊ അതിന്റെ ആവശ്യകത എന്താണ്, ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ക്രിയ രൂപീകരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ഗണപതി ഹോമം, ഒരു ഭഗവതി സേവ എന്ന് പറയുന്ന ജനറൽ ആസ്പെക്ട്സ് അതിന് ഗുണമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രത്യേക വിധാനം കൽപ്പിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് പർപ്പസ്. ഒരു പുതിയതായിട്ട് നമ്മൾ മാഘമഹോത്സവം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ ഇരിക്കട്ടെ ഒരു സുദർശന ഹോമം എന്ന് പറയുന്ന രീതി നമുക്കില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യ ദിവസം പറഞ്ഞതാണ്, ലെറ്റ് മി തിങ്ക്. ആദ്യം നിങ്ങൾ പറയുന്ന ഒരു ക്രിയ സങ്കല്പം അവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം നോക്കട്ടെ, അതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ദിവസം തിരുനാവായയിൽ പോയി നിൽക്കുകയും ഓരോ സ്ഥലങ്ങളിലും പ്രധാന ദേവത ഏതാണ്, അതിൻ്റെ ഉപദേവതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ചോദിച്ച് അതിനുശേഷം അവിടെയുള്ള വ്യക്തികളോടും സംസാരിച്ചതിന് ശേഷം എന്താണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടിയാലാണ് നിങ്ങൾക്ക് ആ ദേശത്തിന് ഗുണകരമാവുക, ഇതെല്ലാം നോക്കിയിട്ട് വേണം അതിൻ്റെ ഒരു പദ്ധതി ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ടാണ് ഏത് ദേവത പൂജിച്ചാൽ ഏത് ക്രമത്തിലെടുത്താലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ഒരു പൂജ ചെയ്യാന്ന് പറയുന്ന ഒരു തന്ത്രി എന്ന് പറയും പൂജ ചെയ്യുന്നതിലല്ല, അതിന്റെ ഫലം ആ വ്യക്തികൾക്കും സമൂഹത്തിന് കിട്ടുമ്പോഴാണ് പൂർണ്ണത. അതായത് ദേശം കൃഷ്ണമാർഗി ഉദ്ദേശിച്ചത് തിരുനാവായ അങ്ങനെയല്ല, മൊത്തമായിട്ട് നമ്മൾ പരിധി നിശ്ചയിക്കുക ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 തരത്തിൽ പൂജ ചെയ്യാം സാധാരണ രീതിയിൽ. ഒരു പരിധി നിശ്ചയിച്ച് ഇപ്പോൾ തൃപ്പൂണിത്തുറ രുദ്രാക്ഷയാഗം ഇതേപോലെ നടത്തുന്ന സമയം 2015-2017 നടത്തുമ്പോൾ നമുക്ക് എത്ര പിടിക്കാമെന്നൊരു ധാരണയുണ്ട്. ഒരു പരിധി നമ്മൾ നിശ്ചയിക്കും, ഇതിൻ്റെ അകത്തുള്ള ക്രിയ ചെയ്താൽ മതിയോ, ഇല്ലെങ്കിൽ ദേശം മുഴുവനായിട്ട് വ്യാപരിക്കണോ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തിരുനാവായയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. തിരുനാവായ്ക്ക് ഒരു പരിധി നമ്മൾ നിശ്ചയിക്കും. കാരണം ജനറലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഗുണകരമാകും. പക്ഷെ ക്രിയാമണ്ഡലത്തിന് നമുക്കൊരു
ഒരു ഏരിയ നമ്മൾ പിടിച്ചു അതായത് ദേവതയെ പ്രഭാവത്തിലേക്ക് വരുന്ന ഒരു പരിധി പരിധി നിശ്ചയിക്കും. അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു പരിധി നിശ്ചയിക്കും. ഇപ്പോൾ കേരളം മുഴുവനായിട്ട് ഇരിക്കുക എന്നുള്ള സങ്കല്പത്തിൽ എല്ലാ മന്ത്രവാദ ക്രിയകളും തന്ത്രക്രിയകളെല്ലാം ചെയ്യും. ഇതിന്റെ വിധാനത്തിൽ വേറെയാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ടാണ്. ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ആ ഒരു ദേവതയെ നമ്മളൊരു പർട്ടിക്കുലർ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് ദേവതാ സങ്കല്പം. അതേപോലെ ഗുരുവായൂരമ്പലത്തിന് ഒരു പരിധി നിശ്ചയിച്ചു, ഗുരുവായൂരപ്പൻ അതിനകത്താണ് പ്രഭാവമെങ്കിൽ പോലും ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും അവിടെ എല്ലായിടത്തേക്കും അതേപോലെ. ഇപ്പൊ നമ്മൾ ഇവിടെ ഞാൻ നോക്കുന്നത് തിരുനാവായയിൽ എന്താണ് പർപ്പസ് എന്നനുസരിച്ചിട്ടാണ്. അപ്പൊ തിരുനാവായ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ മാമാങ്കം ഉൾപ്പെടെയുള്ള നടന്നിട്ട് 10,000-കണക്കിന് ആൾക്കാർ മരണപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ്. പലതരത്തിൽ മരണപ്പെട്ട സ്ഥലമാണ്. 10,000 എന്ന് പറയുന്നത് ലക്ഷക്കണക്കിലേക്ക് പോകാം. 1 വർഷം 2 വർഷം കൊണ്ട് അത്രമാത്രം പോവുകയാണെങ്കിൽ അത്രമാത്രം കാലങ്ങളായി മരണപ്പെട്ട അപമൃത്യുകളും അതും ഇതുമായിട്ട് വരുന്ന ഒരു ദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. 2 ഇതേമാതിരി ഒരു ക്രിയ ഇതുവരെ അവിടെ നടന്നിട്ടില്ല. സാധാരണ ക്രിയകളെല്ലാം അമ്പലത്തിലൊരു ക്രിയ അല്ലാതെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോൾ 5-6 വർഷങ്ങളായിട്ട് ഇവിടെ ക്രിയകൾ നടക്കുന്നുണ്ട്. അത് 2-3 ദിവസമുള്ള ചെറിയ ചെറിയ ക്രിയകളാണ്. ഒരു ശ്രാദ്ധ ക്രിയ ചെയ്യുന്നു, വൈദികമായിരിക്കുന്ന 1-2 ആളുകളെ കൊണ്ടുവന്ന് ഒരു ക്രിയ ചെയ്യുന്നത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു സാധനമില്ല. അവിടെയുള്ള വിധാനത്തിൽ ആ ദേവനെ അർച്ചിക്കുന്നു. ഇതിൽ കഴിഞ്ഞിട്ടൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എൻ്റെ അടുത്തൊരു ക്രിയ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്നത് എന്തൊക്കെ ചെയ്താലാണ് അവിടെ ദേശത്തെ ഉദ്ധരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് ഗുണകരമാവുക. അല്ലാതെ ഒരു കുറെ ക്രിയകൾ യോജിപ്പിക്കലല്ല. അപ്പൊ അതിനനുസരിച്ചാണ് ക്രിയാവിധാനത്തെ ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പലപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രീഫിക്സേഷൻ ഇല്ല തന്ത്രത്തിൽ. നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. ക്രിയയ്ക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തതകൾ തോന്നുകയാണെങ്കിൽ ആ വിധാനത്തിൽ പെട്ടെന്നൊരു ദേവതയെ വിശേഷ പൂജയായിട്ട് കൊണ്ടുവരും. ആ സമയത്ത് കൊണ്ടുവരും. ഒരു തോന്നൽ നിന്നും ചിലപ്പോൾ അതെ, ആ സമയത്ത് നിമിത്തങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ പുതിയത് കൊണ്ടുവരും, ചിലത് കട്ട് ചെയ്യും. അതായത് ഒരു ഫിക്സ് പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അടിക്കുന്നതല്ല തന്ത്രത്തിന്റെ രീതി. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ദേവതയുടെ ഗുണം വരികയാണെങ്കിൽ ആ സമയത്ത് തന്നെ ആ പൂജയ്ക്ക് നമുക്ക് ആള് വേണം എന്നുള്ളതാണ് നിയമം. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങളിൽ അങ്ങനെ ഒരു ദേവത പെട്ടെന്ന് വന്ന് വിളയാടി പോവും. കാരണം ആ ദേശത്ത് നമ്മൾക്ക് നോക്കൂ, ഇപ്പോൾ 500, 600, 10,000 വർഷം മുമ്പുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നത് ഇപ്പൊ തന്ത്രം, ജ്യോതിഷം, ഇങ്ങനെ പല നിമിത്തങ്ങൾ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ സങ്കല്പം എടുക്കുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോഴത്തെ അങ്ങേക്ക് നോക്കി അറിയാൻ പറ്റും. കേരളത്തിന്റെ പ്രത്യേകതകൾ നോക്കി അങ്ങേക്ക് അറിയാൻ പറ്റും. ഒരു ക്ഷേത്രത്തിന്റെ പദ്ധതികളെല്ലാം നശിച്ചു കഴിഞ്ഞു. ഒരു ദേവതാ സങ്കല്പം എങ്ങനെ ഞാൻ ഇപ്പൊ അങ്ങേക്ക് പറയും. ഇപ്പൊ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 200-300 ദൂരം നിർത്തിക്കൊണ്ട് തന്നെ ദേവതയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നാണ്. ക്ഷേത്രത്തിലേക്ക് കയറേണ്ടതാണ്. കാരണം ഒരു ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ പരിവാരങ്ങളുള്ള സമയത്ത് ആ പരിധിയിൽ ആ ദേവതയുടെ ഗുണം ഉണ്ടാകുന്നതാണ് നിയമം. ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ചുറ്റുമല്ലാത്ത പുറത്തു നിൽക്കുന്ന പ്രകൃതിയിൽ നിന്ന് അതിന് ആ ഗുണം അതിലുണ്ടാവണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ രുദ്രനാണെന്ന് വിചാരിക്കും. അഗ്നിയോട് ചേർന്നിരിക്കുന്ന രുദ്രന്റെ അംശം ഉണ്ടെന്ന് ചോദിക്കും. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ആ പ്രകൃതി അഗ്നി സ്വരൂപമായിരിക്കുന്ന പ്രവൃത്തിയോട് ചേർന്നായിരിക്കും. ഇപ്പൊ മണ്ണ് അതേമാതിരി ആയിരിക്കും. ഇലകൾ കുഞ്ഞിതായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? അഗ്നി കൂടുതലായതുകൊണ്ട്. പുല്ലുകൾ മുഴുവൻ താഴ്ന്ന കുഞ്ഞു കുഞ്ഞു പുല്ലുകളെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിടർന്ന് നിൽക്കുന്ന ജലാംശം കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയതായിരിക്കും. അതായത് അഗ്നിഭാവത്തിലുള്ള പ്രകൃതി ഉണ്ടാവുക. ഇപ്പൊ വേണമെങ്കിൽ കാളിയായിരിക്കുന്ന ശില്പത്രകളോ അല്ലെങ്കിൽ സൃഷ്ടി പ്രക്രിയയിലോ ആണെങ്കിൽ അങ്ങേക്ക് നോക്കാൻ പറ്റും. ക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ ഫലമൂലാദികൾ ഉപയോഗിക്കും, ഫലവൃക്ഷാദികൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ പ്രകൃതിയെ നോക്കിക്കൊണ്ട് തന്നെ ദേവതകളെ തിരിച്ചറിയാം. ആ ദേവതാംശം നിൽക്കുന്ന നിങ്ങളൊരു 200 വർഷത്തോളം ആ ദേവതാമണ്ഡലം നിൽക്കുമ്പോൾ ആ ഗുണം നിങ്ങൾ വ്യാപരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ വസിക്കുന്ന ആളുകളിൽ ആ ദേവതാംശത്തിന്റെ ഗുണം കണ്ടേ തീരും. അപ്പൊ അവര് സംസാരിക്കുന്ന അങ്ങനെയായിരിക്കും, അവരുടെ പ്രകൃതി അങ്ങനെയായിരിക്കും, അവരുടെ സ്വരൂപം അങ്ങനെയായിരിക്കും. അതായത് ഒരു ദേശത്തിലെ ആൾക്കാർ ശാന്തരാവാനും മറ്റൊരു കൂട്ടർ നിഷ്കളങ്കരാവാനും കാരണം ആ ദേവതാംശമാണ്. ഒക്കെ കാരണം തന്നെയാണ്. ഏത് ദേവത നിങ്ങൾ പൂജിക്കുന്നു ആ ഗുണം നിങ്ങൾ വ്യാപരിക്കും. അപ്പൊ ചില വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ, മധുരം മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്ക് ഇത് വരുന്ന വെച്ചാൽ ആ ഗുണരൂപമാണ്. നിങ്ങളുടെ ഉപാസനയിൽ ഏത് ഭാവത്തിലാണോ ദേവത നിൽക്കുന്ന ആ ഗുണം നിങ്ങളിൽ വ്യാപരിച്ചു തുടങ്ങും. അപ്പോൾ എനിക്ക് മധുരം കൂടുതലാണെന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കാം. ഞാൻ മധുരപ്രിയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്തിയില്ലേ. അപ്പൊ ആ ഉപാസനാ മാർഗത്തിൽ നിങ്ങളത് ധരിക്കുന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം സഹജമായിരിക്കും പ്രകൃതി എല്ലാം കളഞ്ഞു. പിന്നെയുള്ളത് കോൺക്രീറ്റ് കെട്ടിടങ്ങളും എല്ലാം ഇത് പോയി. പിന്നെ താമസിക്കുന്നവരെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അവിടെയുള്ളവർ വളരെ കുറവാണ്. 15 വർഷം കൂടുമ്പോൾ വ്യത്യസ്തതകൾ വന്നു തുടങ്ങി. ഇപ്പൊ തിരിച്ചറിവ് എല്ലാം ആയി. അപ്പൊ നമുക്കത് തിരിച്ചറിയുക എന്നുള്ളത് അത്ര ഈസിയല്ല ഇന്നത്തെ കാലത്ത്. പിന്നെ നമ്മൾ നോക്കുന്ന സപരിവാരത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ നോക്കാൻ ശ്രമിക്കുന്നത്. ഇന്നാണെങ്കിൽ അത് മാറി തന്ത്രസമുച്ച പ്രകാരം കൊണ്ടുവന്നു. കൊണ്ടുവന്നു. അപ്പൊ എന്ന് വെച്ചാൽ ആ ദേവത ഏത് വിധാനത്തിലാണ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് ഇന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈവൻ ദ്രവ്യം വരെ മാറി.
അപ്പോൾ എനിക്ക് തോന്നുന്നു ജരാജട്ടയൊക്കെ നോക്കുമ്പോൾ ഒരു 40 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 47 വയസ്സാണ്, ഇപ്പോൾ ഒരു 30-35 വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോയി പറഞ്ഞിരുന്നത് നമ്മളുടെ വീട്ടിലെ വിവാഹത്തിന് എന്തെങ്കിലും ഭഗവതിക്കൊരു നെയ്പായസം എന്ന് പറയും. ഭഗവതിക്കൊരു നെയ്പായസം നമ്മൾ തന്നെ അവില് മലർ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അവിടെ കൊണ്ടിട്ട് ദേവിയെ പൂജിക്കുകയാണ് ചെയ്തത്. നമ്മൾ പറയുമ്പോഴാണ് ആ പായസം ഉണ്ടാക്കി വെച്ചതല്ല. എന്നിട്ട് പറയും എല്ലാവർക്കും കൊടുക്കണം കേട്ടോ, അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞത് ഇപ്പോഴും പിഷാരികളിലൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവധി എടുക്കുന്ന അമ്മയുടെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ കുടുംബനാഥയാണ്, അങ്ങനെയാണ് പൂജ. അല്ലാതെ അമ്മയ്ക്കൊക്കെ എന്താ ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്തിട്ട് വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരില്ല ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് നേരെ വിപരീതമായിട്ട് അന്ന് പൂജാ ലിസ്റ്റ് ഇല്ല. 1 രൂപയ്ക്ക് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് പൂജാ ലിസ്റ്റ് അത്രയും കഷ്ടം. ഒരു ഗുരുതി ഉണ്ടാവും, മഞ്ഞൾ ഇതാക്കിയ ഗുരുതി ഉണ്ടാവും, നല്ല ഭംഗിയുള്ളത്, അതില് മലര് ശർക്കര പഴം, ഇതാണ് നമ്മളുടെ മാക്സിമം ഉണ്ടായിരുന്നത്. ചില ക്ഷേത്രങ്ങളിൽ നെയ്പായസം ഏത് ദേവനാണോ വേണ്ടോ അത് മാത്രം ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് കാണാം ഒരു മൊത്തമായിട്ടുള്ള ലിസ്റ്റ്. കീ ചെയിൻ വരെ ഉണ്ട്. കീ ചെയിൻ അല്ല കൊടുക്കുന്ന അമ്പലങ്ങളുണ്ട് കീ ചെയിൻ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുനാവായി പോയപ്പോഴത്തേക്കും, തിരുനാവായല്ല ധന്വന്തരി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്കും ദേവന്റെ ഒരു കീ ചെയിൻ വരെയും വഴിപാടുണ്ട്. 30 രൂപ കൊടുത്ത കീ ചെയിൻ. അപ്പോൾ ഈ സാധനം ദേവനുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ഒന്നുമല്ല. അപ്പോൾ ഏത് ദേവനെയാണ് ഏത് പ്രസാദമാണെന്ന് പറഞ്ഞാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റായിരുന്നുള്ളൂ. ഇന്നതില്ല. അതുകൊണ്ട് എല്ലായിടത്തും നെയ്പായസം ഉണ്ട്, എല്ലാം ശർക്കര പായസം ഉണ്ട്, എല്ലായിടത്തും അടയുണ്ട്, എല്ലാ സാധനങ്ങളും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ ദേവനെ ഏതാണ് കൊടുത്തിരുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറി. 2 ദേവസ്വം വന്നതോടുകൂടെ തന്ത്രിമാർ മാറി 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 വരും. അതായത് ദേവനായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രാണനോട് ചേർന്ന് നിൽക്കുന്നവരില്ല. അവരെ സംബന്ധിച്ചുള്ള ഒരു ജോലിയാണ്. ആ ദേവന്റെ ഗുണം നിങ്ങളിലേക്ക് സ്വാംശീകരിക്കുന്ന ഒരു ഭാവം ഇന്നില്ല. അപ്പൊ ദേവനെ തിരിച്ചറിയുക എന്നുള്ളത് പഴയ പദ്ധതി പ്രകാരം എന്ന് നോക്കിയാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ ഭഗവതി എന്ന് പറഞ്ഞ് വിളിച്ച് അവർ മുമ്പിൽ വന്നാൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓരോ ദേവതയ്ക്കും ഓരോ മണ്ഡലമുണ്ട്. ഇപ്പോൾ 1ാമത്തെ ക്ഷീമണ്ഡലങ്ങളാവാം, 2ാമത്തെ ഓരോ ദേവനനുസരിച്ചുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അതിനെ നമസ്കരിച്ച് അത് കാണാൻ സാധിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ 1 മിനിറ്റ് നിൽക്കട്ടോ, ഒന്ന് നോക്കിയിട്ട് വരട്ടെ അവൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകുന്നതിൻ്റെ കാരണം അത് കണ്ടാൽ മാത്രമാണ് ഏത് ഭാവത്തിലാണ് ദേവത ഇരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ ദ്രവ്യം എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഇപ്പൊ ദ്രവ്യം വായിൽ കിട്ടാൻ നമുക്ക് മനസ്സിലാവും ഇന്ന ദേവതയാണ്. അതിന്റെ ദ്രവ്യഗുണത്തിൽ നിന്നും ദേവതാഭാവത്തെ നമുക്ക് എടുക്കാം. കാരണം ഇപ്പോൾ ഉദരത്തിലിരിക്കുന്ന ഭദ്രയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനനുകൂലമായ ദ്രവ്യമായിരിക്കും അവിടെ പ്രയോഗിച്ചിട്ടുണ്ടാവുക. ഹൃദയത്തിലിരിക്കുന്ന ദേവിയാണെങ്കിൽ ഹൃദയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രയോഗമായിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുക. അന്നഭക്തിക്ക് ഇരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദേവതയായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. അല്ലാതെ വെറുതെ എടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഇന്ന ആവശ്യത്തിന് ഇന്ന ക്ഷേത്രത്തിൽ പോയിക്കോളൂ എന്ന് പറയുന്നതിന്റെ കാരണം ആ രോഗാവസ്ഥയ്ക്കോ ആ ആവശ്യത്തിനാണ് ദേവത ഉണ്ടാവുക. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ഭാഗത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു ദേവതയും അതിനൊരു ക്ഷേത്രവും. അപ്പൊ അതിന്റെ ദ്രവ്യമോ അതിന്റെ പൂജാ വിധാനങ്ങളോ ആണ് അവിടെ വേണ്ടത്. ഇപ്പൊ 2 സ്ഥലത്താണ് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നതായിരിക്കും തൃശ്ശൂർ ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ സ്ഥലത്തിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് സ്വസ്ഥശുദ്ധിയോടുകൂടെ പോകുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു പ്രശ്നം വരും. കുട്ടികൾക്കെല്ലാം അപസ്മാരവാദികൾ എന്തോ പ്രശ്നം വരുന്നു, തുടർച്ചയായിട്ട് വരുന്നു, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ സമൂഹത്തിൽ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ ചിന്തിച്ചു തുടങ്ങി എന്തുകൊണ്ട് മരുന്ന് കഴിച്ചിട്ട് മാറില്ല. ഇന്നത്തെ ഓട്ടിസം പോലെ നമുക്ക് ഒരു പ്രത്യേക അവസ്ഥയിൽ വരുന്നു. അപ്പൊ മരുന്ന് കൊണ്ട് മാറുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്ത് കൊടുത്തിട്ട് മാറാത്തൊരവസ്ഥയുണ്ട്, ഇതായിരിക്കും കാരണം ചിന്തിക്കുന്നു. അപ്പൊ പ്രധാനികൾ ഒരുമിച്ച് ചിന്തിക്കും എന്താ ചെയ്യണമെന്ന് നോക്കി ഒരു ജ്യോതിഷാരെങ്കിലും വിളിക്കുന്നു, ആയുർവേദ വൈദ്യന്മാരെല്ലാവരും, അതായത് ദേശത്തെ എല്ലാവരും ചേർന്ന് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ. അതായത് ഒരു ദേശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണനോ ഒരു ക്ഷത്രിയനോ ഇരിക്കുന്നതല്ല, എല്ലാവരും കൂടെ ചേർന്ന്. അതായത് അവിടുത്തെ ജ്ഞാനമാർഗങ്ങൾ സഞ്ചരിച്ച് ഏതെങ്കിലും ഒന്നിൽ വിദഗ്ധനായിട്ടുള്ള എല്ലാവരും നോക്കൂ. അന്നത്തിൽ നിന്നാണ് മനസ്സ് വരിക. അപ്പൊ ഒരു ദോഷം വരുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നും ആവാം ഇവിടെ നിന്നും ആവാം, മനസ്സിൽ നിന്ന് അങ്ങോട്ടും ആവാം. നമ്മൾ പറയുന്നത് ശരീരത്തിന്റെ കാര്യം പറയുമ്പോൾ സർവാംഗസുന്ദരികാരൻ പറയുന്ന ഒരു സാധനം രുചന്തീതി രോഗാഹ കായ മനാംസി. മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് രോഗം വരാം, ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് രോഗം വരാം. ഇപ്പൊ കാല് മുറിഞ്ഞ് ഒരാൾക്ക് അത്യാവശ്യം എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി, കാല് മാത്രമായിട്ടുള്ളൂ. പക്ഷെ ഒരു 6 മാസം എണീക്കാതിരുന്നാൽ മാനസികമായി. ശരിയല്ലേ? ഇതേ സാധനം മാനസികമായിട്ട് ശരീരത്തിലേക്ക് വരാം. ഇത് 2 അവസ്ഥാഭേദങ്ങളാണ്. ഇപ്പോൾ ഒരു ദേശത്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചിന്തിച്ചു തുടങ്ങി എന്താ പ്രശ്നത്തിലേക്കും ഒരു ദിവസം നിശ്ചയിക്കും. നമ്മളിപ്പോൾ തിരുനാവായിൽ ചിന്തിച്ച പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ആദ്യം ഒരു ഗ്രൂപ്പ് കൂടുന്നു, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. 2ാമത്തെ പ്രാവശ്യം വേണ്ടപ്പെട്ടവരെല്ലാവരും ചേർന്നു അല്ലേ, ഇങ്ങനെ എടുക്കുന്നു. ആ സമയത്ത് നല്ലൊരു സ്ഥപതി ബാക്കിയെല്ലാവരോടും ഒരുമിച്ച് കൂടുന്നു, എന്താണ് ചെയ്യേണ്ടത് നോക്കി, എന്താ പ്രശ്നം നോക്കുന്നു. അപ്പോൾ ഒരു രാജാവ് എന്ന് പറയുന്ന രക്ഷാധികാരി എല്ലായ്പ്പോഴും ഉണ്ടാവും. അതായത് സമൂഹത്തിൽ എല്ലാവരും നിലയ്ക്ക് നിർത്താൻ പറ്റുന്ന ഒരാളുണ്ടാവും. രാജാവാകാം, എന്തു ആവാം.
ഇപ്പൊ എനിക്ക് തോന്നുന്നു അതായത് എല്ലാവരും പറഞ്ഞാൽ അനുസരിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം പറയുന്നു നമ്മളുടെ കുടുംബങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു പറയുന്നു. എല്ലാവരും ഒരു ജ്യോതിഷി നല്ലൊരു ആളെ വയ്ക്കുന്നു. അയാൾ നോക്കുന്ന സമയത്ത് ഇന്ന പ്രശ്നങ്ങൾ ഈ ദേശത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ ഭാവം കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഉപാധി നോക്കുന്നു. തന്ത്രി ഉൾപ്പെടെയുള്ള ജ്യോതിഷികളെ എല്ലാവരോടും നോക്കി ഇന്ന വിധാനത്തിൽ ഈ രീതിയിൽ ഒരു ദേവൻ വന്നു കഴിഞ്ഞാൽ ഒഴിവെച്ചാൽ ഇതിന്റെ ഫലഭാഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അഷ്ടാംഗ ഹൃദയത്തിൽ ഒരു ഭാഗം വരുന്നുണ്ട് ഗ്രഹബാധ ദോഷം. അതിൽ ഒരംഗം പറയുന്നത് ഗർഭിണി പരിചര്യ തുടങ്ങി, അതായത് കലലം തുടങ്ങിയാൽ ആ സമയം മുതൽ കുട്ടി ജനിക്കുന്ന 10 മാസം വരെ, നിങ്ങൾക്ക് 12 മാസം പറയുന്ന ആ കാലഘട്ടങ്ങളിലും അതിനുശേഷമുള്ള 3-4 വയസ്സ് വരെ കുട്ടികൾക്ക് ബാധിക്കാൻ പറ്റുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, ഗർഭിണികൾക്കും ഇതെല്ലാം. അതിൻ്റെ ഫലഭാഗമായിട്ട് ആ സമയത്തും വരാം, അതിനുശേഷവും പല അസുഖങ്ങൾ വരാമെന്നാണ് ഇത്. ശ്രദ്ധിച്ചോളണം, ബാധ എന്ന് പറഞ്ഞാൽ പ്രേതം എന്ന് കണക്കാക്കരുത്. ഈ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമാണ്, നമ്മൾ ബാധയുണ്ടെന്ന് പറയുന്നത് അപ്പം തന്നെ ഏതോ പ്രേതം ആവേശിച്ച് അങ്ങനെയല്ല. ബാധതേതി ബാധ, ബാധിക്കുന്നതാണ്. അതെ, ബന്ധനി എന്ന് പറയും. ബന്ധനി. ഇപ്പൊ നമ്മൾ ജയരാജന്റെ സ്വസ്ഥവൃത്തനായിട്ടിരിക്കുന്ന സമയത്ത് അതിന് മാർഗതടസ്സം വരുന്ന ഏത് കാര്യത്തിലും, അത് സപ്തധാതുക്കളിലേക്കാവാം, ചിന്തിക്കുന്നവരാവാം, ഏതെങ്കിലും ഒരു കാരണത്തിന് തടസ്സം വന്നാൽ ഞങ്ങൾ പറയും, അതായത് കാണാൻ പറ്റാത്തത്, നിങ്ങൾ മരുന്ന് കൊടുത്ത് മരുന്ന് കഴിച്ചിട്ടും മാറാൻ പറ്റാത്ത എന്തൊരു സാധനം, പ്രത്യക്ഷമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാധനത്തെയാണ് ബാധ എന്ന് പറയുന്നത്. കൃത്യമായാലും അല്ലെങ്കിൽ നമ്മൾ വെള്ള സാരി എടുത്തുകൊണ്ട് വന്നാണെന്ന് പറയേണ്ടി വരും. നമ്മൾ പറയാറുണ്ട് ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ബാധ എന്ന് പറഞ്ഞാൽ പ്രേതത്തിന്റെ കഥയും പറഞ്ഞുകൊണ്ട് വരും. അതല്ല യഥാർത്ഥത്തിൽ ബാധ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ആ സാധാരണ പ്രക്രിയയെ തടസ്സം ചെയ്യുന്ന എന്താണോ അതിനാണ് ബാധ എന്ന് പറയുന്നത്. പലതരത്തിൽ പറയാം. പണ്ട് ആൾക്കാരത് പറഞ്ഞിരുന്ന കാര്യം കോമ്പിനേഷൻ നമുക്കൊരു പിക്ടോഗ്രാഫിക്കൽ സിമ്പിൾസ് ആയിട്ട് പറയുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇങ്ങനത്തെ രൂപങ്ങൾ കാണിക്കുന്നത്. അതായത് ഇത് മനസ്സിലാക്കാൻ ഒരു ചിത്രം വരച്ച ഒരു കഥ ഉണ്ടാക്കി കൊടുക്കും. അതെ, അത്രയേ ഉള്ളൂ. ബാല എന്ന് നമ്മൾ ദേവിയെ പറയുന്നത് വെക്കും. അപ്പൊ ബാല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു 3 വയസ്സുള്ള കൊച്ചിനെ കാണിക്കും. അപ്പോൾ ഈ കൊച്ചിനെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടിയെ ബാല എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു വെച്ചാൽ പ്രാണനെ പോലെയാണ്. ആ ഗുണം അവൾ സ്വാംശീകരിച്ചിട്ടുണ്ട്. എങ്ങനെ? ഒരു പ്രാണനെ ഇങ്ങനെ വലിച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വിട്ടേ പറ്റൂ. മാക്സിമം ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റൊക്കെ ആവാം യോഗി. അത് കഴിഞ്ഞാൽ എപ്രകാരം കുട്ടിയെ പോലെ ഒരു കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ച് കയ്യിൽ പിടിച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ കൊതറി ഓടും, കടിക്കും മന്തൊക്കെ ചെയ്ത് ഇറക്കി വിടും. എപ്രകാരം കുട്ടി എങ്ങനെയാണോ പ്രാണനെ പോലെയാണ് ആ ഗുണമുള്ളത് കൊണ്ടാണ് ബാല എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ഗുണം എന്ന് വെച്ചാൽ ചപലത്വമാണ്. ആ കുട്ടിയുടെ സ്വരൂപം അതാണ്. അപ്പൊ വായുവിനെ പോലെയാണ്. ഇനി വയസ്സായിട്ടുള്ള ഒരാളുടെ ഇപ്പൊ എന്നെ മാതിരിയുള്ളവരത് പ്രായത്രയല്ലേ കുട്ടികളിൽ നിർത്തി. എന്താ കാരണം? ആ ഗുണം കാണിക്കുന്നത് കൊണ്ടാണ്. ആ ബാലയുടെ പ്രഭാവം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ ആ കുട്ടിത്തം കാണിക്കുന്നത്. അപ്പൊ ഇത് വയസ്സായിട്ട് നിനക്ക് കുട്ടിത്തം മാറിയില്ല. എന്താ കാരണം? ആ കുട്ടിത്തം കാണിക്കുന്നുണ്ടായി പ്രാണനെ പോലെ ചപലത്വം കാണിക്കും. അപ്പൊ ഗുണത്തെ ആരോപിക്കാനാണ്. ബാല എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്നല്ല അർത്ഥം, ആ ഗുണത്തോട് കൂടിയ ദേവതാ സങ്കല്പത്തെ പറയുന്നതാണ് ബാല. ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ആ ഗുണത്തെയാണ് നമ്മൾ സംശയിക്കുക. ഒരു ദേവതയെ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രഹങ്ങളുടെ ബാധ വരുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടിസം മാതിരിയുള്ളതോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അപസ്മാരം വരുമ്പോൾ അതിന് കാരണം നോക്കുന്ന ബുദ്ധിയിലെ ഏതാണ്, ഏത് കാരണം കൊണ്ടാണ് അതിന്റെ പ്രത്യേകത എന്ന് വന്നതിന് ശേഷം നമ്മൾ അതിനനുകൂലമായ ദേവതയെ എടുക്കും, ദേവതയെ സങ്കല്പിക്കും. എന്നിട്ട് ഇന്ന മന്ത്രങ്ങളെ നമ്മൾ നോക്കിയാൽ ന്യാസക്രമം അനുസരിച്ച് ചിന്തിക്കും ഏത് അക്ഷരങ്ങളാണ് ഇന്ന ഭാഗത്ത് നിൽക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് നോക്കി അതിനനുകൂലമായ മന്ത്രാക്ഷരങ്ങളെ യോജിപ്പിച്ച് അതിലേക്ക് വേണ്ടതായ ദ്രവ്യങ്ങളെ നോക്കും. ഏത് ദ്രവ്യം കഴിച്ചാലാണ് ആ വിഷയം നേരെയാവുക, ആ ദേവതയ്ക്ക് സ്വാംശീകരണം വരിക എന്ന് നിശ്ചയിച്ചിട്ടാണ് ആ ദേവതയ്ക്ക് ഒരു ദ്രവ്യത്തെ നമ്മൾ പ്രയോഗിക്കുന്നത്. അതിനനുകൂലമായി ഒരു സ്ഥലം നിശ്ചയിച്ച് ഇന്ന രീതിയിലുള്ള അംഗങ്ങളിലെ ലക്ഷണങ്ങൾ നോക്കി കയ്യിൽ എന്ത് ആയുധം വേണമെന്നൊക്കെ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ദേവതയെ സങ്കല്പിച്ച് പൂജ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഒരു ക്ഷേത്രം ഉണ്ടാവുന്നത്. ക്ഷേത്രം അല്ല, കാവകളാണെങ്കിലും എല്ലാ സങ്കല്പങ്ങളും എങ്ങനെയാണ്? നമ്മൾ ക്ഷേത്രാചാരം ഇപ്പോഴാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും എല്ലാ സങ്കല്പങ്ങളും ഈ രീതിയിലാണ്. അതിന്റെ വിധാനം വ്യത്യസ്തമായിരിക്കാം, പക്ഷെ സങ്കല്പം ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളും. ദേശത്തിന്റെ വരുന്ന ദേശം മൊത്തം ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാരണത്തിനാവാം, എന്തിനും ആവാം, എല്ലാം ചേർത്തിട്ടുണ്ടാവാം. എന്തൊരു കാര്യത്തിനെ നേരിടാൻ വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് പലതരത്തിലാവാം. ചിലത് ഒരു കാരണത്തിന് വേണ്ടി മാത്രമാവും, ചിലത് മൾട്ടി ആവാം. ഇപ്പോ ദും ദുർഗായി നമഃ. അപ്പോൾ സ്ഥിതിയിലെ സ്ഥിതിമൂർത്തിയാണ് ദും. അപ്പൊ ഉകാരമൂർത്തി എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം സ്ഥിതിയിലെ സ്ഥിതി മാത്രം ചെയ്യുന്നതായിരിക്കും. അതായത് സൃഷ്ടി കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ പരിരക്ഷ ചെയ്യുന്ന സ്ഥിതിയിൽ അത് മാത്രം ചെയ്യുന്നതാണ്. സൃഷ്ടിക്കാനും. അതെ. അപ്പൊ ഞാൻ പറയണത് ദേവി ഇതും കൂടെ വേണമെന്ന് പറയുമ്പോൾ പറയും ഓം ഹ്രീം ദും ദുർഗായി നമഃ. കണ്ട, രണ്ടും ചേർത്ത് ഈകാരമായി ഉകാരമായി. അപ്പൊ സ്ഥിതിയിലെ സൃഷ്ടിയും സ്ഥിതിയിലെ സ്ഥിതിയും ചേർന്ന ഗുണത്തോടു കൂടിയ ഭഗവതി. അപ്പൊ ഓം ഹ്രീം ദും ദുർഗായി നമഃ.
ഇനി ഞാൻ പറയും ഓം ഹ്രീം നമ പറയുകയാണെങ്കിൽ സ്ഥിതിയിലെ സൃഷ്ടി മാത്രം ചെയ്യുന്ന ദേവതയായി പരിണമിച്ചു. കണ്ടോ? ഒരുമിച്ചാണെങ്കിൽ വീണ്ടും മാറും. അപ്പൊ ഈ മൂലമന്ത്രങ്ങൾ എന്ന് പറയുന്ന ഹ്രീം ക്ലീം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെല്ലാം ഇതെല്ലാം ഘടിപ്പിച്ചുകൊണ്ടാണ് കൃത്യമായി ഈ അദൃശ്യതയിൽ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐം ഹ്രീം ക്ലീം ചാമുണ്ട എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഐം എന്ന് പറഞ്ഞാൽ സംഹാരത്തിന്റെ ഉപരിമൂർത്തിയാണ്. ഹ്രീം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നു, ഹ്രീകാരം വരികയും ചെയ്ത് ഈകാരം മൂർത്തിയാണ്. അപ്പൊ സ്ഥിതിയിലെ സൃഷ്ടിയിലേക്ക് എത്തി. ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിട്ടാണ്. അപ്പൊ തോന്നിയ പോലെ ജപിക്കാൻ നിൽക്കരുത്. ഇല്ല, നോക്കിക്കോളാം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് അതിന്റെ അധീശ്വര സ്ഥാനം എന്താണോ ആ ഭാഗങ്ങളുടെ പ്രഭാവം ഉണ്ടാവും. ഇത് മനസ്സിലാക്കിക്കൊള്ളണം. ഓരോ ബീജങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ബീജം ശരീരത്തിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് അക്ഷരങ്ങളിൽ. ആ 50 അക്ഷരങ്ങളുടെ വിനിയോഗം അനുസരിച്ച് മന്ത്രാക്ഷരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രഭാവം സൃഷ്ടിക്കും. ആ നാഡീവ്യൂഹത്തിലെ പ്രഭാവം സൃഷ്ടിക്കും. ആ പ്രഭാവത്തെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത് ഗുരുനാഥൻ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു ദേവത ഇതേമാതിരി നമ്മൾ നിശ്ചയിച്ചാൽ അതിനനുകൂലമായിട്ടായിരിക്കണം നമ്മൾ ക്രിയകളെ കൊണ്ടുപോകേണ്ടത്. അതായത് അവിടുത്തെ നേദ്യമാണെങ്കിലും മന്ത്രമാണെങ്കിലും അവിടെയുള്ള ചിട്ടകൾ ആചാരങ്ങളെല്ലാം അതിന് യോജിച്ചൊരു സംഭവമായിരിക്കും. അതിലേക്ക് നമ്മൾ പുതിയത് കൊണ്ടുവരില്ല. കാരണം മാറിയാൽ ആധാരപ്പെടും. നമ്മളിപ്പോൾ കുറച്ചാൽ അപസ്മാരത്തിന് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഉദരത്തിന്റെ രോഗത്തിന് കൊണ്ടിട്ടാൽ ദ്രവ്യം മാറ്റിയാൽ ബുദ്ധിമുട്ടാവും. എളുപ്പം പറഞ്ഞാൽ ജയരാജന്റെ ഒരു എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ ഇത് മാറ്റി വാള് തന്നാൽ എന്തായിരിക്കും അവസ്ഥ? കഴിഞ്ഞു, രണ്ടസ്തിത്വം പോയി, രണ്ടും പോയി. ചിലപ്പോൾ മൂന്നാമത്തെ അപകടം പിടിച്ച മാറും. ഇങ്ങനെയാണ്. ഇതാണ് ഇന്നത്തെ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തത്. കാരണം ദേവതയെ മാറ്റി ദുർഗയെല്ലാം ദുർഗയും എല്ലാം കാളിയാക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. സപരിവാരം മാറില്ല. ആ ദേവതകളിൽ അവിടെ ഉണ്ടാവുകയും ചെയ്യും, പുതിയതായൊരു മൂർത്തിയെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ പഴയ മൂർത്തികൾക്കൊന്നും ചെയ്യാനും ഇല്ല, പുതിയ മൂർത്തികൾക്ക് ചെയ്യാനും പറ്റില്ല. ഇതാണ് അപകടം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുനാവായയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനത്തെ അപകടമില്ലാതെ നമ്മൾക്ക് ക്ഷേത്രങ്ങൾ ഇപ്പം മാറ്റാനൊന്നും പറ്റില്ല, കാരണം നമ്മളുടെ കയ്യിലല്ല. പക്ഷേ നമ്മളാൽ ആവുന്ന രീതിയിൽ ആ പഴയ പദ്ധതിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യം. അതാണ് അവിടെ മണ്ണിൽ പോയി നിന്ന് അവിടുത്തെ കാറ്റിന്റെ ഗതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം. നമുക്കൊരു പരിമിതി ഉണ്ട്, 5 ദിവസം കൊണ്ട്. ഇപ്പം തന്നെ നമ്മൾ വളരെ പെട്ടെന്നാണ് എടുത്തത്. ഇത് വളരെ നീണ്ടു നിൽക്കുന്ന സ്റ്റഡിയാണ്. സാധാരണയിൽ ഒരു ദിവസം സുപ്രഭാതത്തിലല്ല. എന്നെ സംബന്ധിച്ച് 5-7 ദിവസം കൊണ്ട് ഞാൻ ചെയ്ത ഓവറോൾ എൻ്റെ നല്ല ടൈറ്റ് ഷെഡ്യൂളിനിടയിലും അത് ചെയ്യണം എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം കൊണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് അത്രയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരുനാവായ മുഖം കറങ്ങി. അതുമായി ബന്ധപ്പെട്ട തിരുമാന്താംകൂർ ഉൾപ്പെടെ എല്ലായിടത്തും കയറി അവിടെ ഏതൊക്കെ കളരിയുണ്ട് അവരെല്ലാം കണ്ട് അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണ് നോക്കി, അവരെവിടെ നിന്ന് പുറപ്പെടും നോക്കി. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഏകദേശം ധാരണ വരുത്തിയത്. എന്നാലും അതിൻ്റെ പരിമിതികൾ ഉണ്ടാവാം. എന്നാലും ഞാൻ പറയില്ലേ, നമ്മളൊരു ക്രിയ ചെയ്യുന്നു എന്ന രീതിയിൽ നോക്കിയാൽ അത്രയെങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. അതിനനുകൂലമായിട്ടാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. എന്നിട്ടും പറയുന്നു ഞാൻ പഴയ പദ്ധതിയിലെല്ലാം കൊണ്ടുവരാൻ സാധിക്കില്ല. ഒന്ന്, അതിനുള്ള ആൾക്കാരില്ല, അതിനുള്ള സമയം നമ്മളുടെ കയ്യിലില്ല. ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ അതിന്റെ ഫലഭാഗം ഏറെയാണ്. ഒരു പക്ഷേ നമ്മൾ 1-2 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ആ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റില്ല. പറ്റും. കൃത്യമായിട്ടൊരു നമുക്കൊരു ടീം വേണമെന്ന് പറയും. ഒരു സാധനം ചെയ്താൽ അതിന്റെ റിസർച്ച് വർക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഭാഗം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ തിരുനാവായിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അതിനനുസരിച്ചുള്ള തന്ത്രിമാർ നമ്മളുടെ കൂടെ ഉണ്ടാവുക. ഓരോ വിഭാഗം ചെയ്യാൻ, ഇപ്പോൾ ഒരു ഗണപതി ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വിഭാഗം മുഴുവൻ ചിന്തിച്ച് ഏറ്റവും യുക്തമായത് എന്താണെന്ന് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി നമ്മുടെ പുറകിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇത്തരമൊരു ആഗ്രഹമുള്ള ആ ഒരു ചോദന ഉള്ളിലുള്ള ആൾക്കാർ നമ്മളെ നാളെ അന്വേഷിച്ച് വന്ന് ഞങ്ങൾക്ക് കൂടി ഇതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നമ്മോട് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ചും കൂടി വലിയൊരു ടീമായി മാറിയ അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മാത്രമല്ല, തിരുനാവായ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തുന്ന പൂർണ്ണത്രയീശ അമ്പലത്തിൻ്റെ അവിടെയാണ്. തിരുനാവായ മാത്രമല്ല, ഇത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ദേശത്തെ മൊത്തം ദേവതകൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇത് ബ്രാഹ്മണരുടെ ക്രിയയാണെന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവിടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് പറഞ്ഞാണ് ഇത് ബ്രാഹ്മണരുടെ ക്രിയ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെങ്ങനെയാണ് ഒരു ബ്രാഹ്മണരുടെ ക്രിയ വരുന്നതെന്ന് ചോദിച്ചു. അല്ല വിഷയം, അത് ഞാൻ പറഞ്ഞു മന്ത്രം ചൊല്ലുന്നത് മാത്രമാണ് നിങ്ങളുടെ ക്രിയ, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ കുടമില്ലേ കലശം, അത് ചെയ്യുന്നത് കൊശവന്മാരാ അല്ലേ എടുത്തോണ്ട് വരുന്നത്. രണ്ടാമത് അരി ഉണ്ടാക്കിയത് മുഴുവനും ശൂദ്രന്മാരാണ്. ഇവിടെ എത്തിച്ചത് മുഴുവൻ വൈശ്യന്മാരാണ്. ശ്രൂ ഉണ്ടാക്കുന്നത് മറ്റേ ഇതില്ലേ എന്താ പറയുന്നത് ഇരുമ്പ് പണിക്കാരാണ്. തെങ്ങുമ്പേർ കീഴ് തേങ്ങ എടുത്തുകൊണ്ടത് ചെത്തുകാരാണ്, ഇല്ലെങ്കിൽ മറ്റേ ആൾക്കാരാണ്. ആകെ നിങ്ങൾ ചെയ്യുന്നത് അവസാനം ചെയ്യുന്ന മന്ത്രം ചൊല്ലുന്നത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്രിയ എങ്ങനെയാവുന്നേ? അപ്പൊ നിങ്ങൾ പൂജിക്കുന്നതിന് മുമ്പ് ഈ ആൾക്കാരെ മുഴുവൻ നമസ്കരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ?
അതൊരു വീട് പണിതിട്ട് ഇതാണ് ആർക്കിടെക്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അതെ. ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു ഇത് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, ഒരു ബ്രാഹ്മണരുടെ പൂജയാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവേണ്ടത് താൻ ആ സ്ഥാനത്ത് ഇരിക്കുക മാത്രമേ ചെയ്യുന്നത്, ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത് മറ്റു വിഭാഗങ്ങളാണ്. അതെല്ലാം ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പൂജ പൂർണ്ണമാവും. ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഇതിൽ ഒരു ഏട്ടനോടെ വർത്തമാനം, പേരെല്ലാവർക്കും അറിയാവുന്നത് പറയില്ല. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇതേമാതിരി വിഷയങ്ങൾ പറയായിരുന്നു. എനിക്ക് നിത്യമായിട്ടൊരു ഉപാസന, നന്നായിട്ട് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എല്ലായ്പ്പോഴും കരിഞ്ഞ പായസമാണ് വരുന്നത്, എനിക്ക് പൂജ ബുദ്ധിമുട്ടായി തുടങ്ങി, ഞാൻ നിർത്താമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നു. 1.5 മണിക്കൂർ കഥകളെല്ലാം കേട്ട് ഞാൻ വെച്ചു. അങ്ങാണോ ദേവനെ പൂജിക്കുന്നത്? അതെ. അപ്പോൾ അങ്ങ് കൊടുക്കുന്ന പായസം കരിയാണെങ്കിൽ അങ്ങക്കാണോ തപസ്സിന്റെ കുറവ്, ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വ്യക്തിക്കാണോ? ആർക്കാ ശരിക്കും? ഞാനാണല്ലോ വിളമ്പുന്ന ആള്. അപ്പോൾ എൻ്റെ മുമ്പിൽ കരിഞ്ഞ പായസം വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തപസ്സിന്റെ കുറവാണോ, ഉണ്ടാക്കുന്ന ആളുടെ കുറവാണോ എന്ന് ചോദിച്ചു. എന്റെ കൈ കൊണ്ട് തന്നെ കഴിഞ്ഞ പായസം ദേവനെ നേദിക്കണം എന്നുള്ള യോഗം എനിക്ക് വേണമെങ്കിൽ അതിന്റെ കുഴപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങയുടെ തപസ്സിന്റെ കുഴപ്പമാണ്, അതുകൊണ്ട് അങ്ങൊന്ന് ശുദ്ധി ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ടത് പ്രകൃതി എത്തിക്കുന്നതാണ്, ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളാണ് പുറത്തുള്ളത്. അതേപോലെ ഒരു ബ്രാഹ്മണന്റെ പൂജയെന്നോ അല്ലെങ്കിൽ വൈദികൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമാണെന്ന് ചിന്തിക്കുമ്പോൾ അപകടം വരുന്നത്, നിങ്ങൾക്കൊരു സ്രോ ഉണ്ടാക്കി തരാൻ പറ്റുമോ? മരം കൊണ്ടുണ്ടാകുന്ന സാധനം വെച്ച് നിങ്ങൾ ക്രിയേ ചെയ്തിട്ട് ആ മരപ്പണിക്കാരൻ്റെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇരിക്കുന്ന പീഠം നിങ്ങളുടെ ആണോ? ഈ ഇളനീര് കയറി വെട്ടാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ പൂജ എന്ന് പറയുന്ന വൈദികനാണ്, ഞങ്ങൾക്ക് മാത്രമാണ് ശ്രേഷ്ഠത്വം, സാമം ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കുന്നൊരു സാധനമാണ് സ്ഥിരമായിട്ട്. നിങ്ങളിരിക്കുന്ന പീഠം പോലും ഞങ്ങളുടെയാണ്, മറ്റൊരു വിഭാഗത്തിൻ്റെയാണ്. അവർ പൂർണ്ണതയില്ലാതെ ഉണ്ടാക്കുന്ന ഒരു പീഠം നിങ്ങളുടെ നാശത്തിലേക്ക് നയിക്കും. ഒരു സുഖം തെറ്റായാൽ, അതായത് ഇതിലേക്ക് കിടന്ന് ആജി വിടുന്നൊരു സാധനം തെറ്റിയാൽ, പിഴച്ചാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു ഇല്ലേ? നിങ്ങൾക്ക് പ്രസാദത്തിന് വേണ്ടിയിട്ടോ അവന്റെ തൊഴിലിൽ മയം കലർത്താത്തതുകൊണ്ടാണ് ഇവർ നല്ല പീഠത്തിൽ ഇരിക്കുന്നത്. എളുപ്പം പറഞ്ഞാണെങ്കിൽ മരുന്ന് നിങ്ങൾ കൊണ്ട് ഇടുകയാണ്, ഒരു നെയ്യ് ഇടുകയാണ്. ആ നെയ്യിൽ ഞാൻ കലക്കിയാൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. ഒരു പശുവിനെ വളർത്തുന്നവൻ കൃത്യമായിട്ട് പാല് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അഭിഷേകം കൃത്യമാകുന്നത്. ആ പാലിൽ അവിടെ മിക്സ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഏത് പൂജ ചെയ്യുന്നത്? നിങ്ങളൊരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പാലൊഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പശുവിനെ ഉണ്ടാക്കി ആ പശുവിനെ വളർത്തി വേണ്ട പുല്ല് കൊടുത്ത് വളർത്തി അതിനാ പാല് കറന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്ന അവനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്രിയ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂജ എന്ത് ചെയ്തു? നിങ്ങൾ 99ാമത്തെ വയൽ 100 എണ്ണുന്ന സമയത്ത് 91ാമത്തെ നമ്പറിൽ വന്നിട്ട് ഞാൻ ചെയ്തെന്ന് പറയുന്നത് നിങ്ങളുടെ അസ്തിത്വത്തോടെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ബഹുമാനിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു. യഥാർത്ഥത്തിൽ ദേവത പൂജ ചെയ്യുന്ന സമയത്ത് ആദ്യം ആർക്ക് നമസ്കാരം ചെയ്യണമെന്നാണ്. കൊണ്ടുവരുന്ന ആദ്യം മുതൽ പൂജ ചെയ്യാതെ, അവരെ അനുജ്ഞ മേടിക്കാതെ ശരിക്കും പൂജ ചെയ്യണമെന്നാണ്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം ഞാൻ പൂജ ചെയ്തിട്ടൊരു ജ്യോതിഷത്തിൻ്റെ ഒരു ആവശ്യത്തിന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ പോകാറില്ല, അറിയാമല്ലോ, ഞാൻ ജ്യോതിഷം നോക്കാറില്ല. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് നിവർത്തിയില്ലാതെ വിളിച്ചപ്പോൾ ഞാൻ ആ ദേശത്തെ പണ്ടുണ്ടായിരുന്ന ആചാരമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്താ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങേ അറിയാം, നേരിട്ട് അറിയില്ല, എന്ന് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങയുടെ പരിധിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അങ്ങയുടെ അനുജ്ഞ വന്നിട്ട് വേണം എനിക്ക് രാശി വയ്ക്കണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങയുടെ അനുജ്ഞ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോട് കൂടിയിട്ട്, അല്ല, എനിക്ക് അങ്ങ് വന്ന് രാശി വയ്ക്കുന്നതിന് എൻ്റെ അനുവാദം എന്തിനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങയുടെ പരമ്പരയാണ് ഈ ദേശത്തിൻ്റെ പ്രധാന ജ്യോതിഷിയായിട്ട് ഞാൻ കണക്ക് വെച്ചിരുന്നു, അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങയുടെ ദേശത്ത് വന്ന് അങ്ങയുടെ ഉപാസനാമൂർത്തിയുടെ അവിടെ ഞാൻ രാശി വയ്ക്കുന്നതിന് മുമ്പ് അങ്ങയുടെ അനുജ്ഞ വേണ്ടേ? അപ്പോൾ എവിടെ നിന്നാ പഠിച്ചതെന്ന് ചോദിച്ചു. ഇങ്ങനെ പറയണമെങ്കിൽ അപ്പൊ ഞങ്ങൾ അങ്ങേപോലെ അതെ, സമ്പ്രദായം അനുസരിച്ച് എൻ്റെ ഗുരുനാഥന്റെ പേര് പറയാറില്ല, എന്നാലും ഗുരുനാഥൻ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. ഈ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു അനുജ്ഞ വേണമെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് തിരുവനന്തപുരക്കാർ കണ്ണൂർ പോകും, കണ്ണൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ വരും. അപ്പൊ മോൻ ഇങ്ങനെ വന്ന സന്തോഷം, എൻ്റെ ദേവത കൂടെ ഉണ്ടാവും, ധൈര്യപൂർവ്വം നടന്നോളൂ. ഞങ്ങളുടെ കണ്ണിൽ കാണാത്തത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ കാണും, അതുകൊണ്ട് ഞാൻ കാണാത്തതുകൊണ്ട് അങ്ങ് കാണട്ടെ എന്ന് ഫോൺ വെച്ചു. ഇനി ഒന്നും കൂടെ നോക്കിയാൽ മതി ചേരായിട്ട്. അപ്പോൾ ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് രോഗത്തിന് പോകുന്ന നോക്കിയോ, വിഷയം മാറില്ലെങ്കിലും പോകുന്ന സമയത്ത് ആ വൈദ്യൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം തോന്നുന്നു. അവിടെ താനൊരു കാര്യം ചെയ്ത് ആ ജ്യോതിഷം എടുത്തു വിട്ട് ഒന്ന് നോക്കൂ, താൻ എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, ചെയ്യില്ല, അത് ചെയ്യേണ്ടത് അവരാണ്. അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. അദ്ദേഹം നോക്കുമ്പോൾ പറയും, തനിക്ക് എന്തോ ഒരു പ്രശ്നം എന്തോ ഉണ്ട്, താൻ ഒരു കാര്യം ചെയ്തു, ഈ രാശി തെളിയാൻ ഒരു കാര്യം ഇന്ന അടുത്തൊന്ന് ഓതിയിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് വരും, എന്നിട്ട് നമുക്ക് രാശി നോക്കാം, താൻ എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇദ്ദേഹത്തിന് അത് അറിയാഞ്ഞിട്ടാണോ? അല്ല. അവിടെ പോയി ക്രിയ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതേമാതിരി ജ്യോതിഷം അറിഞ്ഞ് എല്ലാ തന്ത്രവും പഠിച്ച വ്യക്തി ജ്യോതിഷം തൊട്ടില്ല. താൻ അയാളെ തന്നെ പൊക്കോളൂ, അയാളാണ് കേമൻ.
ഇങ്ങനെയാണ് പരസ്പരം ഉണ്ടായിരുന്നൊരു താളം ഉണ്ടായിരുന്നത്. ഇന്നത് പോയിട്ട് താൻ മാത്രമായി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞു അദ്ദേഹമാണ് ആ ചികിത്സ ചെയ്യേണ്ടത്. അഥവാ ഞാൻ ഇടപെട്ടതായതുകൊണ്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അപേക്ഷിച്ചു എന്ന് തന്നെ പറയണം. പറഞ്ഞോളൂ. അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പോഴും എൻ്റെ അടുത്ത് ക്രിയ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാം, ആ ദേശത്ത് ആളടുത്ത് പറയും. എന്നിട്ട് നടന്നില്ലെങ്കിൽ അവിടെയുള്ള ഒരു ജ്യോതിഷി നോക്കും. ആ ദേശത്തെ മണ്ണാണ് പ്രധാനം. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് സംസാരിക്കാം. എന്നിട്ടേ പറയും ഇങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇന്നിപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ പൂജയ്ക്ക് വേണ്ടി ഞാൻ പലരും ബന്ധപ്പെട്ടപ്പോൾ ഇത് ഒരുമിച്ച് നിൽക്കുമോ കൃഷ്ണേട്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരുടെ അടുത്തും പറഞ്ഞത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു വിഷയം പഠിപ്പിക്കുന്ന ബ്രാഹ്മണൻ മുതൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ജാതിയിലല്ല, അപ്പോൾ എൻ്റെ വിഷയം പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ എന്നെ സംബന്ധം ബ്രാഹ്മണനാണ്. എന്നെ സംരക്ഷിക്കുന്ന വ്യക്തി എൻ്റെ ഇതിൽ ക്ഷത്രിയനാണ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്ന വ്യക്തി എന്നെ സംബന്ധം വൈശ്യനാണ്. എൻ്റെ സൃഷ്ടിക്ക് കാരണമായി മൂലത്തിലിരിക്കുന്നവരെല്ലാവരും ശൂദ്രനാണ്. അതുകൊണ്ടാണ് ശൂദ്രൻ്റെ ഗതിക്ക് ദ്രാവണം ചെയ്യുന്നത്. ആദ്യത്തെ ഗതിയെ കൊണ്ടുവരുന്നവനാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. എന്ത് സൃഷ്ടിക്കുന്നവനും അവനാണ്. എന്ത് വേറൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവനും വൈശ്യനാണ്. ഇതെല്ലാം കൃത്യം നടക്കുന്നില്ലേ നോക്കുന്നവൻ ക്ഷത്രിയൻ. പിന്നെ അതിന്റെ ഈ മൂന്നിനെയും വേണ്ട സമയത്ത് ഉപദേശം കൊടുക്കുന്നവൻ ബ്രാഹ്മണൻ. ആ ക്രിയയ്ക്ക് ഇങ്ങനെയാണ് പറയുക. ഒന്നുകൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ മാതിരിയാണ്. ഇപ്പോൾ ഒരു കുലാലനോ ആരുടെങ്കിലും നമ്മൾ പോകുന്നു നോക്കി, ഒരു ഇറച്ചികെട്ടല്ല പറയുന്നത്, കത്തി ഉണ്ടാക്കുന്ന ആരുടെ നമ്മൾ പോയി അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നുണ്ട്, ആരേത് പഠിപ്പിക്കുന്നത്, അദ്ദേഹമാണ് പഠിപ്പിക്കാറുള്ളത്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നത് പറയുന്നത് കൊണ്ട് ബ്രാഹ്മണനാണ്. അത് ആ വിഷയം എങ്ങനെ ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുന്ന അദ്ദേഹമാണ്. ആ വിദ്യ പകർന്നു കൊടുക്കുന്ന ആള് ബ്രാഹ്മണനാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ മുമ്പിലിരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണത്വമാണ്. ആ ഉപദേശം സ്വീകരിച്ച് പണിയുന്നവൻ ശൂദ്രനാണ്. ഇനി ഞാൻ പറയുകയാണ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അങ്ങേടത്ത് നിന്ന് ചോദിക്കുകയാണ്, എനിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ട്. കാരണം താഴെ ഒരു വിധിയില്ല. നമുക്കൊരു പൊളിറ്റീഷ്യനായിട്ട് സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ പറയും, അയ്യോ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല, താൻ്റെ കാര്യം ചെയ്യും, ഇന്ന ആളുടെ അടുത്ത് പോകും, അദ്ദേഹമാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് പറഞ്ഞാൽ രക്ഷാധികാരിയാണ്, ക്ഷത്രിയനായി. എനിക്ക് കുറച്ചും കൂടെ കത്തി എല്ലായിടത്തും എത്തിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നില്ല, അവരൊക്കെയാണ് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ അവരുടെ തുറക്കുക വൈശ്യരായി. അപ്പോൾ ഓരോ വിഭാഗത്തിലും മരണവ്യവസ്ഥകളുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം കൂടെ ചേർന്നാണ് സമൂഹം. അപ്പൊ തിരുനാവായിലേക്ക് വരുമ്പോൾ നമ്മൾ തിരുനാവായിൽ ഭൂമിയിൽ ചെന്ന് അവരുടെ ഒരു സമ്മതം വാങ്ങുന്നു, നമസ്കരിക്കുന്നു, എന്നിട്ട് കാണാത്ത കാര്യങ്ങൾ കാണിച്ചു തരാൻ ആവശ്യപ്പെടും. അതാണ് ആദ്യത്തെ ഭാഗം. എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്തത് അതെ, അത് തന്നെയാണ്. അതായത് നമ്മൾ കാണാത്ത, നമ്മളൊരു പോകുന്ന ഒരു 5000 വർഷം ഒന്നും വേണ്ട, 500 വർഷം മുമ്പുള്ള ലോകത്തേക്കാണ് നമ്മുടെ ഈ കുഞ്ഞു കണ്ണുകൊണ്ടിച്ചാൽ കാണുന്നത്. അപ്പോൾ കുറേ ഹിസ്റ്ററികൾ, കുറേ കഥകൾ, കുറേ ശ്രുതികളായിട്ട് വെക്കുന്നത്, കുറേ തിരുത്തപ്പെടലുകൾ, ഇതിൽ നിന്ന് സത്യം കാണുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. ആ മണ്ണും ആ ദേശവും ആ ദേവതകളും അവിടെ മരിച്ചവരും ജീവിച്ചവരും എല്ലാ പ്രാർത്ഥനകളും ചെയ്തപ്പോഴാണ് ഒരു പൂജ പൂർത്തിയാവുക. അല്ലാതെ ഏതൊരു തന്ത്രി വന്നിട്ട് ഞാൻ പിടിച്ചാൽ എല്ലാം ആവും എന്ന് പറയുന്നൊരു സാധനമില്ല. അങ്ങനത്തെ ഒരു സാധനമില്ല. ദൈവാധീനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അധീനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവത എന്ന് പറയുമ്പോൾ തന്നെ ദിവദ്യോതനെ തൻ്റെ ഉള്ളിൽ അത് ധരിക്കണം. അതിന് പ്രകൃതി കനിഞ്ഞേ പറ്റും. അപ്പം ഇപ്പം ചെയ്തിരിക്കുന്നത് തിരുനാവായിൽ പോയി അങ്ങനെയുള്ളൊരു സാധനത്തെ നമ്മൾ കണ്ടുപിടിച്ച്, ഇല്ലെങ്കിൽ നമ്മളുടെ കണ്ടുകൊണ്ട് കണ്ട ഒരു സാധനത്തെ കൊച്ചു സമയം കൊണ്ട് കണ്ടുപിടിച്ച ഒരു സാധനത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത. ഇതാണ് ആദ്യത്തെ ഘട്ടം. അത് കോട്ടയത്തായാലും ശരി, തിരുവനന്തപുരം ആയാലും ശരി, എല്ലായിടത്തും ഇതേ രീതി തന്നെയാണ് പോവുക. അല്ലാതെ നമ്മൾ ഒരു തന്ത്രസമുച്ചയം എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥപ്രപഞ്ചസാരം എടുത്തിട്ട് കുറേ ക്രിയകൾ എടുത്തിട്ട് ഒരു അടിയടിക്കല്ല ചെയ്യും. അല്ല, അങ്ങനെ മാമാങ്കം മുടങ്ങിയതിനു ശേഷം ഇത്ര കാലങ്ങൾക്ക് ശേഷം പുനരാരംഭിക്കാൻ പോകുന്ന ഒരു ക്രിയാപദ്ധതി കൊണ്ടല്ലല്ലോ തന്ത്രസമുച്ചയം. അല്ല, അതുകൊണ്ട് തന്നെ ഇതിന് നമ്മളൊരു പദ്ധതി ഉണ്ടാക്കണം. അതിന് വേണ്ടത് ശരിക്കും ഗുരുക്കന്മാരെല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഗുരുക്കന്മാർക്ക് ഒരു കുറവില്ല, പക്ഷെ ഒരുമിച്ച് ഒരിക്കലും ഒരു ഒറയിൽ 5 ആള് കിട്ടാൻ മാതിരി പരസ്പരം തമ്മിൽ അതിന്റെ പരിമിതി എല്ലാവർക്കും. എന്റെ ശരി കുറച്ച് കൂടുതൽ ശരി. അതെ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ എൻ്റെ പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ അതേ ഉദാഹരണം തന്നെയാണ് ഞാൻ സ്ഥിരം പറയുക. നിങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ചേർന്നതാണ്. നിങ്ങളൊരു ഗണപതി ഹോമത്തിന് വരുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള, അതായത് മറ്റ് വിഭാഗങ്ങളെല്ലാം ചേർന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നത്. ഞാൻ സ്ഥിരം പറയാറുണ്ട്, ശിഷ്യന്മാരുള്ളത് കൊണ്ടാണ് ഗുരുനാഥനാവുന്നത്. അതുപോലെ ഒരു തന്ത്രി ആവുന്നത് മറ്റ് വിഭാഗങ്ങളെല്ലാം നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതായത് ഞാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളൂ, ഇതോ താനവിടെ ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തുണി ഉണ്ടാക്കുന്നവർ മുതൽ താൻ കച്ച കെട്ടുന്ന തുണി തുടങ്ങി നിന്നിട്ട്
ബാക്കിയെല്ലാം ചെയ്യുന്ന സമൂഹം തൻ്റെ പുറകിൽ നിൽക്കുന്നത് കൊണ്ടാണോ താൻ തന്ത്രിയായി? രക്ഷാധികാരി അഹങ്കാരം കാണിച്ചാൽ പറഞ്ഞോളൂ, എടോ ഞങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ്, ഞങ്ങൾ സമ്മതിച്ചോണ്ടാ താൻ രക്ഷാധികാരിയാവുന്നത്. അല്ലെങ്കിൽ ഒരു വൈശ്യനോട് ചോദിക്കും, ഞാൻ തന്നില്ലെങ്കിൽ തിരിച്ചു വയ്ക്കും. ഈ മൂന്നും സപ്പോർട്ട് ചെയ്തതിൽ ഉണ്ടാക്കുന്നവൻ്റെ അസ്തിത്വം ഇനി പറയൂ, ആരോടാണ് എതിർക്കേണ്ടത്? അല്ല, ഈ 4 പേരും ഒരുപോലെ പരസ്പരം ബഹുമാനിക്കേണ്ടവരാണ്. ഗുരുക്കന്മാരെല്ലാവരും പരസ്പരം ബഹുമാനിക്കേണ്ടവരാണ്. അപ്പോൾ ഇനി ഒന്ന് സങ്കല്പിച്ചു നോക്കുക, നമുക്കൊരു സുഹൃതമോ ഒരു ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സുഹൃതത്തിൽ നമ്മുടെ സുഹൃതം വരുന്നുണ്ട്, അതിൽ 13 പേരെ നമ്മൾ കാലൊഴിച്ചു കൂട്ടുന്നു. ആ ഒഴിച്ചു കൂട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിയയ്ക്ക് പൂർണ്ണതയിലേക്ക് വരാൻ ദേവനായിരിക്കുന്ന നാരായണന്റെ 12 വിധാനത്തിലുള്ള ഈ നിലത്ത് നിർത്തുകയാണ്. ആ 12 ഭാവങ്ങളിൽ 12 ആചാര്യങ്ങൾ 12 വിഭാഗങ്ങളിൽ നിന്നിരുന്നുവെങ്കിൽ ആ സുഹൃത്ത് എവിടെ എത്തിയാണ്? അതായത് തൻ്റെ കർമ്മത്തിന് പ്രേരണയായി ശൂദ്രനിൽ തുടങ്ങി ഞാൻ ഇരിക്കുന്ന പീഠം ഉണ്ടാക്കുന്ന ആളുകൾ വരെ ചേർന്നാണ് ഈ സമൂഹം. അതായി നിൽക്കുന്ന നാരായണനെയാണ് സുഹൃതം എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ 13 പദ്ധതികളിൽ നിൽക്കുന്ന, അതായത് കൃഷി ചെയ്യുന്നവനെയും വൈശ്യവൃത്തി ചെയ്യുന്നവനെയും കുലാലവൃത്തി ചെയ്യുന്നവരും ഡ്രസ്സ് അലക്കുന്നവർ ഉൾപ്പെടെയുള്ള അവരുടെ പരമ്പരയുള്ള ആചാര്യന്മാരെ നിരത്തി നിർത്തി അവരുടെ കാലൊഴിച്ചു കൂട്ടിയിരുന്നെങ്കിൽ ഈ സമൂഹം എവിടെ എത്തിയാണ്? ശരിക്കും ഓരോ ക്രിയാപദ്ധതിയിലും കല്ലുചൂട്ടൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് വേണ്ടത്. അതായത് ഈ ഒരു യാഗം അല്ലെങ്കിൽ ഹോമം അവിടെ നടക്കാൻ കാരണമായ പല വിഭാഗങ്ങളിലെ പല ആചാരങ്ങളെ അങ്ങനെ നാരായണനായി നിൽക്കുന്ന, നമ്മൾ പറയില്ലേ, ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വ്യത്യസ്ത പദ്ധതികളിൽ വ്യാപിച്ചിരിക്കുന്ന ഈ നാരായണ ഭാവത്തെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതായത് ജാതിയല്ല അവിടെ, സുഹൃത്ത് എന്നാണല്ലോ, ക്രിയ ചെയ്യുന്നവരെയാണ്. ഏത് ക്രിയ എന്ന് ചോദിച്ചാൽ ഞാൻ നിലനിൽക്കുന്ന, ഇപ്പൊ നോക്കിക്കോളൂ, ഞാൻ ഇത്ര സംഭാഷണം ചെയ്യുന്ന ബാലാനന്ദഭൈരാണി നിൽക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് അല്ലേ? എന്നിലേക്ക് എത്തിക്കാൻ പല കാരണങ്ങളും പല ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മനോഹരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ, ഏതോ ഒരു വ്യക്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എവിടെ നിന്ന് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അഹങ്കരിച്ചിരിക്കുന്നത്. അപ്പൊ എൻ്റെ അഹങ്കാരത്തിന് കൂടെ നിൽക്കുന്നത് ഈ എല്ലാവരും ചേർന്നിട്ടാണ് അല്ലേ? ഞാൻ പറയുന്നത് ഞാനാണ് ബാലാനന്ദ ഭൈരവ് എന്ന് പറയുന്ന ഒരു അസ്തിത്വം എന്താണ്? അപ്പൊ ഞാനത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സുഹൃതം ചെയ്യുമ്പോഴോ ക്രിയ ചെയ്യുമ്പോഴോ താനെന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ താനിടുന്ന ഒരു മരുന്ന് അത് കൊണ്ടുവന്നത് വെട്ടിക്കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഇതൊന്നും അറിയില്ലാത്തൊരു വിഭാഗമാണെങ്കിലും അവരിത് വെട്ടിക്കൊണ്ടുവന്നില്ല. പ്ലാവിന് പകരം മറ്റൊരു മരം കൊണ്ടുവന്നാൽ, പ്ലാവിന് പകരം മറ്റൊരു മരം വെട്ടിക്കൊണ്ടുവന്നാൽ എന്ത് അപ്പൊ ആ ഗുണത്തോടു കൂടിയ വ്യക്തി സദ്ഭാവത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് കൊണ്ടാണ് താൻ അവിടെ തന്ത്രിയായിട്ട് ജയിക്കുന്നത്. അല്ലെങ്കിൽ നെയ്യിൽ ഓരോരു പന്നി നെയ്യ് കൊണ്ടുവരുന്നുണ്ട്. തന്ത്രിയുടെ സത്വശുദ്ധിയാണോ? അല്ല, പിന്നെ നമുക്ക് ഈ ദിവസങ്ങളിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെയാണ് എന്റെ സൃഷ്ടികരണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പോകുന്നത് ഈ രീതിയിലാണ്. ഇങ്ങനെ ഒരു ദേശത്ത് പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടത്തെ അമാവാസിയുടെ ബേസ് ചെയ്ത്, അതായത് നമ്മൾ നോക്കുന്നത് 3 പദ്ധതികളായിട്ട് തിരിച്ചു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് 3 പദ്ധതികളായിട്ട് എങ്ങനെ യോജിക്കും? പൂജാരീതികളെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ 3 വിഭാഗങ്ങളെ എടുക്കാം. 3 തരത്തിൽ ക്രിയകളെ എത്തിപ്പിരിക്കാം. ഒന്ന് പിതൃയാനം, ശ്രാദ്ധാദികൾ ചേർന്നുള്ള ഒരു ഭാഗം. രണ്ടാമത് ദേവയാനം, ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളത്. മൂന്നാമത് ഇത് രണ്ടിലും നിൽക്കാത്ത സന്യാസിമാരായിരിക്കുന്ന, നമ്മൾ പറയില്ലേ, ഈ സന്യാസവും സന്യാസിക ഉപരി പദ്ധതികൾ നിൽക്കുന്ന ഗുരുപാദകത്തെ ബേസ് ചെയ്ത ഒരു ഭാഗം. ഈ 3നും 3 ക്രിയകളുണ്ട്. ഈ 3 ക്രിയകളെ യോജിപ്പിക്കുമ്പോഴാണ് പൂർണ്ണത വരിക. കാരണം പ്രത്യേകിച്ച് തിരുനാവായ എന്ന് പറയുന്നത് മുനിയറ മാതിരിയുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ നാവാമുകുന്ദൻ എന്ന് പറയുന്നത് പോലും നവശബ്ദത്തെ യോജിപ്പിച്ചുകൊണ്ട് യോഗികളുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ പറയുന്നത്. അങ്ങനെയാണ് കഥകൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യോഗത്തോട് ബന്ധപ്പെട്ട ഋഷി പരമ്പരകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ സ്വാഭാവികമായിട്ടും സഞ്ചരിക്കും. എനിക്ക് തോന്നി ഈ 3 ആൾക്കാരെയും നമസ്കരിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മറ്റൊന്നിന് കുറവാണ്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷനിൽ നമ്മൾ 3 ഭാഗത്തേക്കും യോജിപ്പിച്ചുകൊണ്ടാണ് ക്രിയ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് ജനുവരി 15 മുതലാണ് നമ്മൾ ക്രിയയിലേക്ക് തുടങ്ങും. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പിലേക്കും പുറകിലേക്കും പോവാം. മാഘത്തിന്റെ ഫെബ്രുവരി 2, 3 വരെയുള്ള ക്രിയകളിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു 3 സെക്ഷനിലായിട്ടാണ് ഇപ്പോഴത്തെ ക്രിയകൾ യോജിപ്പിച്ചു പോകുന്നത്.